ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് അറക്കൻ, ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം, തിരുവല്ല ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അല്ലെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാവരും ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ഫുഡായാലും അത് മറ്റു എന്ത് സാധനങ്ങളായാലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് നല്ലൊരു ശതമാനം. അപ്പം നല്ല രീതിയിൽ ഇതിനകത്ത് ചീറ്റിങ്, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന കാർഡ് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥ, നമ്മുടെ കാർഡിൽ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് പോകുന്നൊരവസ്ഥ. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ വിളിച്ച് പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഇതുപോലെ OTP മേടിച്ചിട്ട് അക്കൗണ്ട് നമ്പറും OTP ഒക്കെ നമ്മളറിയാതെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുത്തു. ചില അവസ്ഥകളിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലോ എവിടെയാണെങ്കിലും നമ്മൾ ഇൻ കേസ് പുതിയ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. ഈ സമയത്ത് നമ്മൾ കാർഡിൻ്റെ ഡീറ്റെയിൽ, അതായത് നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിലൊക്കെ ചിലപ്പോൾ നമുക്ക് പങ്കുവയ്ക്കേണ്ട അവസ്ഥ വരും. ബാങ്കിൽ നിന്നാണ് വിളിക്കുന്ന, ഇന്ന ദിവസം ഞങ്ങൾ നിങ്ങളെ വിളിക്കും എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് ചിലപ്പം ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ വരും. സാറ്റർഡേ ആണെങ്കിൽ മൺഡേയിൽ നിങ്ങൾക്ക് കോൾ വരും, പ്രതീക്ഷിച്ചു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ബാങ്കുകാർ തന്നെ നമുക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും ഇതുപോലെ മൺഡേയിൽ നമ്മൾക്ക് കോൾ വരാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ സാലറി നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു ദിവസവും കൂടെ ആയിരിക്കാം ഈ മൺഡേ എന്നുള്ള അത് പർട്ടിക്കുലർ ആയിട്ടൊരു ദിവസം. അപ്പം ഈ സാലറിയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല, നമ്മളത് വിചാരിക്കുന്നില്ല. സാലറി ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിക്കോളും, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനല്ല. പക്ഷെ നമ്മുടെ ആവശ്യം ഈ ക്രെഡിറ്റ് കാർഡ് ഒന്ന് ശരിയാക്കി എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇൻഫർമേഷൻ നമ്മുടെ അക്കൗണ്ട് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ബാങ്കിൽ നിന്നൊരു കോൾ വരും എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ മറ്റ് ആൾക്കാർ നമ്മളെ വിളിക്കുകയാണ്. അതുപോലെ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിലും നമ്പറും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു മിക്കവാറും. അതേ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ സാലറി വന്ന് വീഴുന്ന ദിവസമാണ് ഈ വരുന്ന സാലറി OTP പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ഈ സാലറി ഫുള്ളായിട്ട് അവരുടെ മറ്റു അക്കൗണ്ടുകളിലേക്ക് പോകുന്നത്. ഇത് നിരവധി നൂറുകണക്കിന് അനുഭവങ്ങൾ നമുക്ക് ഇതുപോലെ ബ്ലസ് അക്കാഡമി തിരുവല്ലയിലും ഷാർജയിലും ഒക്കെ കോട്ടയത്തും എല്ലാം വന്ന് നമ്മുടെ സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പല ആൾക്കാർക്കും ഇതുപോലെ OTP പറഞ്ഞു കൊടുക്കല്ലേ എന്നൊരു തീരുമാനത്തിൽ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാർ. അതുപോലെ നമ്മൾ ബോധവാന്മാരായിരിക്കുകയാണ്. ഈ OTP ഷെയർ ചെയ്യല്ലേ. ബാങ്കുകാരും പല തരത്തിൽ പറയും, ഞങ്ങൾ OTP ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത്, ഓക്കെ, നമ്മളെല്ലാം അത് മനസ്സിലാക്കി നമ്മൾ കരുതലോടുകൂടി തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മാക്സിമം. അപ്പോൾ ഇതിനകത്ത് ഒരു KFC ആണെങ്കിലും ഇതുപോലെ പിസ്സ, അതുപോലെ ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോസ്മെറ്റിക്സ്, നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന വില, അല്ല നമ്മളൊരു ബ്രാൻഡ് നമ്മൾ മേടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു 4 വിലയിൽ ഒരു ആഡ് വരികയാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ. നമുക്ക് വല്ലാത്തൊരു അനുഭവം ഇത് എങ്ങനെ. അപ്പം പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മൾ ഉടലെടുക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിത് കാർഡ് നമ്പർ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു OTP വരുമെന്ന് വെച്ച് OTP വരുന്നില്ല. OTP നമുക്ക് വരുന്നില്ല. മിനിറ്റും കൊണ്ട് സെക്കൻഡും കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന ക്യാഷ് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഇതാണിപ്പോൾ ഒരു വലിയൊരു സ്കാമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാം ഇത് അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി അതിലേക്ക് നമ്മൾ വരിക. മാക്സിമം നമ്മൾ കടയിൽ പോയി പർച്ചേസ് ചെയ്യുക, അല്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. ആമസോൺ ആയാലും അതുപോലെ നൂണ് പല ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കാരണം നമുക്കിപ്പോൾ ഓരോ സൈറ്റുകളിൽ നമ്മളിപ്പോൾ KFC ആണെങ്കിലും മേടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ അല്ല മുന്നിൽ വരുന്നത്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എയർ അറേബ്യ ബുക്ക് ചെയ്യുമ്പോഴത്തേന് അവരുടെ അതുപോലെ തന്നെയുള്ള പല സൈറ്റുകൾ വരികയാണ്. നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യം വരുന്ന നിങ്ങൾക്ക് ചെയ്യുന്നു, പക്ഷേ സ്പോൺസേർഡ് ആയിട്ട് അല്ലെ ആഡായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ നമ്മളെ കാർഡ് ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വിവരം പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഓൺലൈൻ ആപ്പിൽ കൂടി നമ്മൾ ഇതുപോലെ സാധനങ്ങൾ, മെറ്റീരിയലിൻ്റെ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽ അടിച്ചു കൊടുത്താൽ
എൻ്റർ ചെയ്താലും നമ്മുടെ ക്യാഷ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറിയിലേക്ക് വരിക. ഈ വിവരം നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് സുഹൃത്തുക്കളുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.